Good afternoon. Good afternoon, ma'am. 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 Good afternoon. Okay. Good afternoon to all. So we can start. Who is going to do prayer? Ara prayer. My name is Subida. Okay, Subhita, please. Good afternoon. Thank you for the gift of this new day. Please guide my steps, protect me from harm, and fill my heart with your peace and love. Help us to see your blessing in every moment. Okay, nice. Okay, what's next? Yes. Thought of the day. Signing man. Yes, രമ്യ എന്തോ പറഞ്ഞോ ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് എനിക്ക് മാത്രം തോന്നിയിട്ടാണെന്നറിയില്ല. Sign in man. ഇല്ലേ മാം സൈൻ ഇൻ കഴിഞ്ഞിട്ടല്ലേ തോട്ട് ഓഫ് ദി ഡേ? യാ ഏതായാലും കുഴപ്പമില്ല. തോട്ട് ഓഫ് ദി ഡേ ഞാനാണ്. ഓക്കെ പ്ലീസ്. Good afternoon, everyone. I would like to extend a warm welcome to our teacher, Jisha ma'am, and all my classmates. Let's make this class engaging and informative. Thought of the day. The failure of many is not try to return to the failure of failure, but not trying to move on. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതാണ്, പിന്നിലാവുന്നതല്ല പരാജയം, മറിച്ച് മുന്നേറാൻ ശ്രമിക്കാത്തതാണ് പലരുടെയും പരാജയം. ഇതില് ഉദ്ദേശിക്കുന്ന ഈ ഒരു കോട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചെങ്കിൽ 2 ടൈപ്പ് ഓഫ് ഫെയിലിയർ ആണ് പറയുന്നത്. ഒന്നാമത്തത് നമ്മൾ ശ്രമിക്കുക, പരാജയപ്പെടുക. അതായത് ഇപ്പോ when we take a risk and try to new things, we may not success, but we gain valuable experience and insights. And the next one ഉദ്ദേശിക്കുന്നത് not trying at all, ഒട്ടും ശ്രമിക്കാതിരിക്കുക. അതായത് ദിസ് ക്യാൻ ലീഡ് ടു റിഗ്രറ്റ്. നമുക്കിപ്പോ നമ്മൾ ശ്രമിച്ചിരുന്നെങ്കിൽ കിട്ടിയേനെ എന്ന് പറയും. അതായത് വെൻ വി ഡോണ്ട് ടേക്ക് എ ചാൻസ് അല്ലെങ്കിൽ ഒരു അറ്റംപ്റ്റ് ടു പേഴ്സ്യൂ അവർ ഗോൾസ്, വി മേ വണ്ടർ വാട്ട് കുഡ് ഹാവ് ബീൻ ഇഫ് വി ഹാഡ് ട്രൈഡ്. നമ്മൾ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് കിട്ടിയേനെ എന്ന് പറയുന്ന ആ ഒരു റിഗ്രറ്റ് ഉണ്ടാവുന്നത്. ഈ 2 കോട്സും നമ്മളോട് ദീസ് 2 കോട്സ് സജസ്റ്റ് മെനി പീപ്പിൾ ഫെയിൽ നോട്ട് ബിക്കോസ് ദേ ആർ ടേക്ക് എ റിസ്ക് ആൻഡ് ഫെയിൽഡ്, but they didn't try in first. It's often the fear of failure that hold us back, and it preventing us from moving forward and reaching our potential. നമ്മളുടെ ആ ഒരു പൊട്ടൻഷ്യലിൽ എത്താൻ നമ്മളൊക്കെ ഒരു തടസ്സമായിട്ട് നിൽക്കുകയാണ് ഇന്നത്തെ ചിന്ത. അതാണ് ഈ കോട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. That's the meaning. The quotes encourages us to take an action, be bold, and learn from our mistakes rather than letting fear or doubt hold us back. Thank you. Okay, fine. Then yes. Anything else? ഇനിയൊന്നുമില്ലേ? സോ ഓക്കെ ഫൈൻ. സോ കുറച്ച് ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞിട്ട്, സോ ലോങ് ടൈം, ഫീൽ ലൈക്ക് ലോങ് ടൈം അല്ലേ ക്ലാസ് ഇങ്ങനെ കുറച്ച് ദിവസം. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം ഫ്രൈഡേ ഓൺവേർഡ്സ് യു പീപ്പിൾ ഹാവിങ് എൻജോയിങ് യുവർ ഹോളിഡേയ്സ്. ആൻഡ് നാളെയും കൂടി ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, പിന്നെ ഈസ്റ്ററിന്റെ അവധികളാണല്ലോ. ഓക്കെ, അപ്പോൾ ഈ ഒരു മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ പുണ്യമാസം, പിന്നെ നന്മകളുടെ എല്ലാം കൂടെ ചേരുന്ന ഒരു മാസമായിരുന്നു ഏപ്രിൽ മാസം. സോ ഡിവൈൻ മന്ത്. എവറി മന്ത് ഇസ് വെരി നൈസ്, ബട്ട് സംടൈംസ് ഈ ഫെസ്റ്റിവൽസ് എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴേക്കും നമുക്കൊക്കെ ആകെ ഒരു ഹാപ്പിനെസ്, അങ്ങനെ ഒരു ഫീല് വരും അല്ലെ. സോ വേറെ നമ്മൾ എവിടെയായിരുന്നു? എന്താ മാം ക്ലിയർ ആയില്ല. എവിടെയായിരുന്നു ക്ലാസ്? എവിടം വരെ ആയി എന്ന് ചോദിക്കുമായിരുന്നു. എവിടം വരെ എടുത്തു? Health and hygiene. Health and hygiene.
സ്റ്റാർട്ട് ചെയ്തോ അത് കംപ്ലീറ്റ് ആവാറായോ? സ്റ്റാർട്ട് ചെയ്ത് Introduction. ഇനി സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ്. Scope of health education. Okay, fine. Health is what we does, not what we know. അല്ലെ, നമ്മൾക്ക് അറിയുന്നത് മാത്രമല്ല ഹെൽത്ത് എന്ന് പറയുന്നത്, അവയർനെസ് മാത്രമല്ല, അത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് വി ആർ ജസ്റ്റ് അച്ചീവിങ് ദാറ്റ് ഗോൾ. നമ്മൾ പറഞ്ഞു, നമ്മളൊരു ലക്ഷ്യം നമ്മൾ പ്ലാൻ ചെയ്യുവാണെങ്കിൽ അതിനൊരു മാർഗവും എന്തായാലും ഉണ്ടായിരിക്കും. സോ ഇവിടെ നമ്മളുടെ ഈ ഗോൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഹെൽത്ത് ആണെങ്കിൽ അതിന്റെ മീൻസ്, മാർഗം എന്ന് പറയുന്നത് ഹൈജീൻ ആണ്. ഓക്കെ. So anything you wish to share related with the topic? ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? മേ ബി ഒരു 1 month കഴിയുമ്പോഴേക്കും നമുക്ക് മൺസൂൺ സ്റ്റാർട്ട് ചെയ്യൂലേ, മഴക്കാലം തുടങ്ങും. കേരളത്തിലുള്ളവരാണെങ്കിൽ മോസ്റ്റ്ലി മിക്ക സ്ഥലങ്ങളിലും ആ ഒരു ടൈമില് മൺസൂണിന്റെ ഒരു ആരംഭമായിരിക്കും. സോ വാട്ട് പ്രിക്കോഷൻസ് വി ഹാവ് ടു ടേക്ക്? അത് റിലേറ്റഡ് ഡിസീസസ് ഒക്കെ വരാൻ ചാൻസസ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ എന്തെല്ലാം പ്രിക്കോഷൻസ്? കുഞ്ഞു കുട്ടികൾ നമ്മുടെ വീട്ടിൽ കാണും, പ്രായമായവരുണ്ടായിരിക്കും, ഇവർക്കൊക്കെയാണ് പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നത്. പിന്നെ അത് മാത്രമല്ല, വീട്ടിലെ കാര്യങ്ങൾ മുഴുവൻ മാനേജ് ചെയ്യുന്ന ഒരാൾ നമ്മളാണെങ്കിൽ നമ്മളുടെ ഹെൽത്ത് നമ്മൾ കെയർ ചെയ്യേണ്ടതുണ്ട്. സോ വാട്ട് വി ക്യാൻ ഡു ദിസ് വെൻ ദിസ് മൺസൂൺ ടൈം, ഡ്യൂറിങ് ദിസ് മൺസൂൺ ടൈം? Clean our surroundings. എങ്ങനെയാ സറൗണ്ടിങ്സ് ക്ലീൻ ചെയ്യേണ്ടത്? സറൗണ്ടിങ്സിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം ചാൻസസ്? പരിസരങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം, മാലിന്യങ്ങൾ, തുറന്നു കിടക്കുന്ന പാത്രങ്ങൾ, ഇവയെല്ലാം നമ്മൾ കെയർ ചെയ്ത് ചെയ്യുക. നമ്മള് നിറയെ ചെടികൾ വളർത്തൂല്ലേ, ഈ ചെടി ചിലപ്പോ പോട്ടില്, ആ പോട്ടില് വെച്ചിരിക്കുന്ന അതിനൊരു ബേസ് ഒരു പാത്രം ഉണ്ടാകും. ചിലപ്പോ ആ പാത്രത്തിൽ വെള്ളം കെട്ടി നിൽക്കാനുള്ള ചാൻസസ് ഉണ്ട്. വെയിലൊക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് ഉണങ്ങിപ്പോവും. പക്ഷെ മഴക്കാലത്ത് വെള്ളം ഇങ്ങനെ അതിലിങ്ങനെ കെട്ടിക്കിടക്കും. ചില ചെടികളിൽ, ചില ചട്ടികളിൽ അത് നല്ലപോലെ കെട്ടിക്കിടക്കും. സോ അതൊക്കെ നമ്മൾ മാറ്റണം അല്ലെ. പിന്നെ വേറെ എന്തൊക്കെ ചെയ്യാം? ഫംഗസ് ഫംഗസ് ഉണ്ടാകാൻ ചാൻസസ് കൂടുതലാണല്ലേ അകത്തൊക്കെ. ക്ലോത്ത് ഒന്നും ശരിയായ രീതിയിൽ ഉണങ്ങില്ല, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. കുട്ടികളുടെ യൂണിഫോം എന്തായാലും അതിനൊരു കട്ടി കൂടുതലായിരിക്കും മിക്ക യൂണിഫോമുകൾക്ക്. അതിന്റെ സ്കേർട്ട് ആണെങ്കിലും പാന്റ് ആണെങ്കിലും അത്ര പെട്ടെന്ന് ഉണങ്ങുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയൺ ചെയ്യാം. കുഞ്ഞു ബേബീസ് ഒക്കെ ആണെങ്കിൽ അവരുടെ ചെറിയ ക്ലോത്ത് ഉണ്ടാവുമായിരിക്കും അവർക്ക് യൂസ് ചെയ്യുന്നത് അല്ലെ. ഭയങ്കര നേർത്ത ക്ലോത്ത് ഉണ്ടാവും. അതെല്ലാം ഈവൻ നമ്മളത് ചെറിയ ബേബി ആയിരിക്കുമ്പോ തന്നെ വാഷ് ചെയ്ത് വെയിലത്ത് ഉണങ്ങിയാലും നമ്മളൊന്ന് അയൺ ചെയ്യും. എന്തെങ്കിലും പൊടിയോ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നശിച്ചു പോട്ടെ എന്നുള്ള രീതിയിൽ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഭക്ഷണം എങ്ങനെയായിരിക്കണം? മഴക്കാലത്ത് എങ്ങനത്തെ ഫുഡ് കഴിക്കണം? ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കണം. Hot, we should cook hot foods. സൂപ്പൊക്കെ ആഡ് ചെയ്യാം അല്ലെ. സൂപ്സ് ഒക്കെ നല്ലതായിരിക്കും. ഓക്കെ. നല്ല വിശപ്പുള്ള ടൈമാണെന്നും കേൾക്കുന്നുണ്ട് മഴക്കാല സമയം. തണുപ്പ് കൂടുമ്പോൾ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നൊക്കെ പറയാനേക്കാം. ഓക്കെ ഫൈൻ. സോ നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ അവയർനെസ് വീടുകളിൽ, ഒരു കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ സ്കൂളിൽ എങ്ങനെ ഹെൽപ്ഫുൾ ആകുന്നു, അത് കൊടുക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഗോൾ എന്താണ്, എയിം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഞാനൊന്ന് ഷെയർ ചെയ്യാട്ടോ ആ പേപ്പർ.
So here we have many points. നമ്മൾക്ക് നിറയെ പോയിന്റ്സ് ഉണ്ട് സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ച്. നമുക്ക് ഇത് ആരാ ഒന്ന് റീഡ് ചെയ്യാം ആ പോയിന്റ്സ് എല്ലാം. നമുക്ക് റിലേറ്റ് ചെയ്യാം, എന്നിട്ട് കണക്ട് ചെയ്യാം നമുക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മാം വായിച്ചോട്ടെ, ഞാൻ വായിച്ചോട്ടെ മാം. ഓക്കെ ഫൈൻ ദിവ്യ. കാണുന്ന പേരൊക്കെ വിചാരിച്ച് ഞാൻ വിളിക്കുവാണ്. Scope of health education. Health education includes the following subjects. First one, knowledge about food items and their input of proper growth and development of the human body. Second one, assurance of pure and clean water, fresh air, proper rest, physical exercise, recreation, sleep. Third one, bad habits like smoking, drinking, and taking drugs and their evil effects of health build and mental damage caused to the individual as well as the society. Fourth one, cause of various illness and means of their prevention. Fifth one, mental health, domestic hygiene, community hygiene, sex hygiene, etc. Sixth one, the importance of the first aid is necessity. Okay. So some key points ആണ് പറഞ്ഞിരിക്കുന്നത് ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ച്. നമ്മൾ ഇതിന്റെ സ്കോപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് വൈഡ്, കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും ഹെൽത്ത് എഡ്യൂക്കേഷന്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിന്റെ കൺസെപ്റ്റ് നമുക്കറിയാം. നമ്മൾ അത് അറിഞ്ഞിരിക്കുക, അവെയർ ആയിരിക്കുക എന്നുള്ളതല്ല, അതിനെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആകുന്നത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അങ്ങനെ തന്നെയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും സ്കൂൾ കാലഘട്ടത്തിൽ നമുക്ക് ഒന്നും അത്ര നമ്മൾക്ക് ആ ഒരു സെൻസ് ഇല്ല. ബട്ട് പിന്നീട് നമ്മൾ ഹയർ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ പലതും ഇപ്പൊ കേൾക്കുന്ന ഒരു മോറൽ സ്റ്റോറി, അതിന്റെ ഒരു മോറൽ വാല്യൂ അതിൽ നിന്ന് വരുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ അതിനെ എടുക്കും. സോ ദാറ്റ് ഇസ് ലേണിംഗ്. അതാണ് ലേണിംഗ്. സ്റ്റഡിയിങ്ങും ലേണിങ്ങും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന അവയർനെസ് നമ്മളിലും നമ്മളുടെ ഫാമിലിയിലും നമ്മളുടെ കമ്മ്യൂണിറ്റിയിലും എല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുന്നു ആ കിട്ടിയ ആ അവയർനെസ്. ഓക്കെ, നമുക്ക് അറിയാം പല കാര്യങ്ങളും. ഇപ്പൊ ഇൻഫർമേഷൻ, കുറെ ഇൻഫർമേഷൻസ് കിട്ടുന്നു. ഇപ്പൊ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ക്ലാസ് എടുക്കാനായിട്ട് അവർ വരുന്നു. അവരൊരു അവയർനെസ് സെഷൻ 1 hour തരുന്നു. കുറെ ഇൻഫർമേഷൻ ആണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്, അല്ലെ? അത് നമുക്കൊരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ കളയാം. പക്ഷെ ആ ഇൻഫർമേഷനെ നമ്മൾ മനസ്സിലാക്കി അനലൈസ് ചെയ്ത് നമ്മളത് നമ്മളുടെ ഉള്ളില്, നമ്മളുടെ മനസ്സിനകത്ത്, അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കി അത് അപ്ലൈ ചെയ്യുന്നു. അപ്പൊ അതൊരു അറിവായിട്ട് നമുക്ക് എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും നോളജ്. അതേസമയം നമ്മളത് അപ്ലൈ ചെയ്യാതെ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ എന്തോ കേട്ടു, എന്തോ അറിഞ്ഞു, അങ്ങനെ പോകും. ഓക്കെ, എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. മോണ്ടിസോറി മെത്തേഡ് അങ്ങനെയാണ്. ലേണിംഗ് ആണ്, സ്റ്റഡിയിങ് അല്ല. നമ്മൾ ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് നമ്മളുടെ ലൈഫിലും നമ്മളുടെ വേണ്ടപ്പെട്ടവരുടെ കാര്യങ്ങളിലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ വി ഹാവ് ടു ഡു, അല്ലെ? വി ഹാവ് ടു ഡു, നമ്മൾ ചെയ്യണം, മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണത്. ഓക്കെ ഫൈൻ. സോ ഫസ്റ്റ് വൺ പറയുന്നത്, അപ്പൊ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയലൈസ് ദ വാല്യൂ ഓഫ് ഹെൽത്ത്, അതായത് ഹെൽത്തിന്റെ വാല്യൂ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. അവിടെ ഇല്ല, ഞാൻ അഡീഷണലി പറയുന്നത് കേട്ടോ. ഹെൽത്തിന്റെ വാല്യൂ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ്. നമുക്ക് കമ്പയർ ടു വെൽത്ത്, കാശ് പോയാൽ നമുക്ക് അത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. വൺസ് നമ്മളുടെ ഹെൽത്ത് നശിച്ചു കഴിഞ്ഞാൽ തിരിച്ചത് ശരിയാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ പറ്റിയെന്നും വരില്ല. സോ ഇതിന്റെ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആളുകളെ റിയലൈസ് ചെയ്യിക്കുക, മനസ്സിലാക്കിക്കുക ദ വാല്യൂ ഓഫ് ഹെൽത്ത്. അതുപോലെ തന്നെ അതിന്റെ പേഴ്സണൽ, അതായത് എനിക്ക് ഹെൽത്ത് വേണം, അതെന്റെ ഒരു പേഴ്സണൽ ആവശ്യമാണ്, അല്ലെ? അതുപോലെ തന്നെ സോഷ്യൽ, മറ്റുള്ളവർക്കും ഹെൽത്ത് വേണം. സോഷ്യൽ ഇമ്പോർട്ടൻസ് ആണ് അത്. ഇതിന്റെ പേഴ്സണൽ ആൻഡ് സോഷ്യൽ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ കാര്യം, ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ അതുമായിട്ട് റിലേറ്റഡ് ആണ്. സോ നോളജ് അബൌട്ട് ഫുഡ് ഐറ്റംസ്, ആ ഫുഡ് ഐറ്റംസിനെ പറ്റിയുള്ള നോളജ്. ഇപ്പൊ നിങ്ങൾക്ക് ഫുഡ് ന്യൂട്രീഷൻ അത് ആ ചാപ്റ്റർ തുടങ്ങിയോ, സ്റ്റാർട്ട് ചെയ്തോ? ഇല്ല മാം. വരുമ്പോ നിങ്ങൾ പഠിക്കും എങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ എടുക്കേണ്ടത് നമ്മളുടെ ഓരോ പ്രായത്തിലും. നമ്മുടെ വീട്ടിലിപ്പോ കൊച്ചുകുട്ടികളുണ്ട്, പ്രായമായവരുണ്ടെങ്കിൽ നമുക്കറിയാം അവർക്ക് എല്ലാരും കഴിക്കുന്ന ഭക്ഷണം കൊച്ചുകുട്ടികൾക്കും കൊടുക്കാൻ പറ്റില്ല. എല്ലാരും കഴിക്കുന്ന ഭക്ഷണം പ്രായമായവർക്കും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ചെറിയ കുട്ടികൾക്കും ഫുഡ് ഐറ്റംസ് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ വലിയ ആളുകൾക്കും
ചില ഫുഡ് ഐറ്റംസ് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് നമ്മൾ ഫസ്റ്റ് അവര് ലിക്വിഡ് ഫോമിലാണ്, പിന്നെ സെമി സോളിഡ് ആ ഒരു ഫോമിലേക്ക് കുറുക്ക് പോലത്തെ പോറേജ് പോലത്തെ ഭക്ഷണങ്ങൾ ഫുഡ് ഐറ്റംസ് അവർക്ക് കൊടുക്കും. അങ്ങനെ ജ്യൂസ് പോലെ അങ്ങനെ കുറച്ചൊന്ന് ലിക്വിഡ് ഫോമിലാക്കിയിട്ട് ഇങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും അതൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതും ചെറിയ അളവില് പല പല ഇന്റർവെൽസിലായിട്ടാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതുപോലെ പ്രായമായി കഴിയുമ്പോൾ ഡൈജഷൻ ഇത്തിരി പ്രോബ്ലം ആണ്. അങ്ങനെ വരുമ്പോൾ പ്രായമായ ആളുകൾക്ക് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൊടുക്കും. ഓക്കെ, പിന്നെ അവരുടെ എന്തെങ്കിലും ക്രോണിക് ഇൽനെസ് ഉണ്ടെങ്കിൽ പ്രായമായ ആളുകൾക്ക് അങ്ങനെ എന്തെങ്കിലും ക്രോണിക് ഡിസീസസ്, ഡയബറ്റിക്, പ്രഷർ, അതുപോലെ തന്നെ കൊളസ്ട്രോൾ, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ക്രോണിക് ഡിസീസസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചും അവരുടെ ഡയറ്റ് നമ്മൾ ശ്രദ്ധിക്കും. പിന്നെ നമ്മളുടെ നോക്കേണ്ടത് ആവശ്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു, ഇത്രയും ജോലി നമ്മൾ വീട്ടിൽ ചെയ്യുന്നു, പുറത്ത് ചെയ്യുന്നു, കുട്ടികളെ നോക്കുന്നു, നമ്മളുടെ പാരന്റ്സിനെ നോക്കുന്നു, അങ്ങനെ വട്ടെവർ ഇറ്റ് ബി ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും നോക്കുന്നു. അപ്പൊ നമ്മൾക്കും ആരോഗ്യം വേണം. അപ്പൊ നമ്മളും കഴിക്കേണ്ടതായിട്ടുള്ള ഭക്ഷണം ചിലപ്പോൾ ലേഡീസ് ഒക്കെ ആകുമ്പോഴേക്കും ഒരു 40+ ഒക്കെ കഴിഞ്ഞിട്ട് 45+ ഒക്കെ ആകുമ്പോൾ മെനോപോസിന്റെ പ്രോബ്ലം ഒക്കെ വരും. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഈ കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി, ചിലപ്പോൾ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി, അത് എല്ലാ ഏജിലുള്ളവർക്കും സംഭവിക്കുന്നുണ്ട്. പൊതുവെ കേരളത്തിലുള്ളവർക്കൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യം, വീട്ടിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യുന്നവര് അല്ലെങ്കിൽ ഓഫീസിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങാതെ വർക്ക് ചെയ്യുന്നവർ, അങ്ങനെയുള്ളവരിലൊക്കെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നല്ലപോലെ ഉണ്ട്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആണെങ്കിലും കാൽസ്യം ഡെഫിഷ്യൻസി ആണെങ്കിലും അത് ബാധിക്കുന്നത് ബോൺസിനെയാണ്. നമ്മൾ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് കൈയും കാലം പൊടിയും, അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ വരും. അപ്പൊ എനിക്ക് ശരിക്കും നല്ലപോലെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു. പക്ഷെ വൈറ്റമിൻ ഡിയുടെ ആ ഒരു സപ്ലിമെന്റിൽ അതിന്റെ ഒരു മെഡിസിൻ തരുന്ന ഒരു കോഴ്സ് ആയിട്ടാണ്. അത് നമ്മൾ എപ്പോഴും കണ്ടിന്യൂസ് നമുക്ക് കഴിക്കാൻ പാടില്ല. അപ്പൊ ഡോക്ടേഴ്സ് തരുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കും, ആ നമ്മൾ എടുക്കുന്ന ആ ഡേ തന്നെ നെക്സ്റ്റ് വീക്കിലും എടുക്കണം, ആ ടൈമിൽ തന്നെ എടുക്കണം. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വൈറ്റമിൻ ഡിയുടെ. അത് ചിലര് ടാബ്ലറ്റ് പ്രൊവൈഡ് ചെയ്യും, ചിലര് അതിനൊരു ലിക്വിഡ് പോലത്തെ ഒരു ടോണിക് പോലത്തെ ഒരു ചെറിയ ബോട്ടിൽ അങ്ങനെ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ പിന്നെ വെയിൽ കൊള്ളുക, അത് തന്നെയാണ് ഇത്. പിന്നെ വെച്ചാൽ വെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈമിലെ വെയിൽ ആണ് കൊള്ളേണ്ടത്. ഒരു 9 o'clock മുമ്പുള്ള വെയിലൊക്കെയാണ് നല്ലതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഓക്കെ, അപ്പൊ മിക്കവാറും അന്വേഷിച്ചു കഴിഞ്ഞാൽ മിക്കവർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാവും, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെ ഫുഡ് ഐറ്റംസ് എടുക്കുന്നതിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇൻപുട്ട് ചെയ്യുന്നത്. പിന്നെ അമിതമായിട്ട് കഴിക്കാതെ നമുക്ക് എന്താ പറയാ അരവയർ നിറയുക, അങ്ങനെയൊക്കെ ഒരു കാര്യമൊക്കെ ഉണ്ടല്ലോ. പിന്നെ വെള്ളം കുടിക്കുന്നതും അതങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയുമല്ലോ. പണ്ട് കാലത്തെ ആൾക്കാർ ഇങ്ങനെ കുറെ പറയുന്നത് ഇത് കുറെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അവരിങ്ങനെ പ്രാസം ഒപ്പിച്ച് ചില കാര്യങ്ങൾ, ചില ഫ്രേസസ് പറയും അല്ലെ. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോഴും ഓർമ്മ വന്നേ, ഹെൽത്ത് റിലേറ്റഡ് ഫ്രേസസ് എഴുതാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഹെൽത്ത് ഈസ് വെൽത്ത് പറഞ്ഞോ? ഇല്ല, ഇപ്പൊ അത് ഇത് ഓർത്തപ്പോഴേ, ഇത് കേട്ടപ്പോഴും ഓർത്ത്. ഹെൽത്ത് ഈസ് വെൽത്ത്, ഇഫ് അങ്ങനെ കുറച്ചൊക്കെ ഇല്ലേ, അങ്ങനെ ഇതിനകത്ത് അരിസ്റ്റോട്ടിൽ പറഞ്ഞതുപോലെ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി, ഹെൽത്തി മൈൻഡ് ഇൻ എ ഹെൽത്തി ബോഡി. അത് ഈ ഒരു ടോപ്പിക് കഴിഞ്ഞിട്ട് ഞാനെന്ന് പറയാട്ടോ. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ഭക്ഷണ കാര്യത്തില്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് നമുക്കറിയാം, നമ്മൾക്ക് അസുഖങ്ങൾ വരാതിരിക്കാൻ ഫുഡിനെ പല രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ. എനർജി ഗീവിങ് ഫുഡ്, പ്രൊട്ടക്റ്റീവ് ഫുഡ്, പിന്നെ എന്തായിരുന്നു ബോഡി ബിൽഡിംഗ് ഫുഡ് അല്ലെ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ EVSന്റെ ടെക്സ്റ്റിൽ അവരെ പഠിപ്പിച്ചൊക്കെ ഓർമ്മ ഉണ്ടാവും. അപ്പൊ എനർജി ഗീവിങ് ഫുഡ് അല്ലെ. റോഡില് ഭയങ്കരമായിട്ട് നിന്ന് പണിയെടുക്കുന്ന ആൾക്കാര് റോഡില്, അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലത്ത് നിന്ന് ഭയങ്കര ഹാർഡായിട്ടുള്ള ജോലി അവർ ചെയ്യുവാണ്. അവർ നല്ല വേർത്ത് ഭയങ്കര ക്ഷീണിച്ചായിരിക്കും ലഞ്ച് ടൈം ആകുമ്പോഴേക്കും അവർ വരുന്നത്. സോ അവർക്ക് നമുക്ക് എന്ത് ടൈപ്പ് ഭക്ഷണം കൊടുക്കണം? എനർജി ഗിവിംഗ് ഫുഡ്, അതായത് നല്ല ഫുൾ മീൽസ്, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കാർബാണ് അവർക്ക് ആവശ്യം. കാരണം അവരുടെ ഷുഗർ ലെവലൊക്കെ താന്നിട്ടുണ്ടാവും. നമ്മൾക്കറിയാം, ഓട്ട മത്സരമൊക്കെ നടത്തുമ്പോൾ സ്കൂളുകളിൽ സ്പോർട്സ് ഇവന്റിന്റെ സമയത്ത് ഇൻ ബിറ്റ്വീൻ കുട്ടികൾക്ക് എന്താ കൊടുക്കുന്നത്? ഗ്ലൂക്കോസ് കൊടുക്കും, ഗ്ലൂക്കോസിന്റെ പൊടി. ഗ്ലൂക്കോസ് ലെവൽ താഴും, കാർബ് കുറയും. അപ്പൊ കാർബോഹൈഡ്രേറ്റ്സ് ഫുൾ മീലാണ്. എല്ലാവരും ലഞ്ച് ടൈമില് ആരെങ്കിലും പോയിട്ട്
പൈനാപ്പിൾ ജ്യൂസ് മാത്രം കുടിച്ചിട്ടിരിക്കൂ, സാലഡ് മാത്രം കുടിച്ചിട്ടിരിക്കൂ. ഡയറ്റൊക്കെ ചെയ്യുന്നവർ ചിലപ്പോൾ ചെയ്യായിരിക്കും. പക്ഷെ ആ ലഞ്ച് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് തളർന്നു വരുന്നൊരു ടൈമാണ്. അത് ഈ റോഡിൽ പണിയെടുക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എനർജി ഗിവിങ് ഫുഡ് തന്നെ കൊടുക്കണം. പനി പിടിച്ചിരിക്കുന്ന ഒരാൾക്ക് എന്ത് ഭക്ഷണം കൊടുക്കും? ലൈറ്റ് ഫുഡ് കൊടുക്കണം. അതായത് ലൈറ്റ് ഫുഡ് കൊടുക്കണം, അതായത് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവാൻ പറ്റുന്നത് അല്ലെ? പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണങ്ങൾ, കഞ്ഞി പോലുള്ള. കഞ്ഞി പോലുള്ളത്. പിന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി വേണം. അസുഖം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കുറയുമ്പോഴാണല്ലോ അസുഖം വരുന്നത്. സോ നമുക്ക് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള വൈറ്റമിൻ സി, അതാണ് ഏറ്റവും നല്ലത്. സോ പ്രൊട്ടക്റ്റീവ് ഫുഡാണ് ഈ അസുഖങ്ങളുള്ള ആളുകൾക്കും ഇങ്ങനെ കൊച്ചുകുട്ടികൾക്ക് അങ്ങനെ പ്രായമായ ആളുകൾക്ക് അപ്പൊ പ്രൊട്ടക്റ്റീവ് ഫുഡ് കൊടുക്കണം. അവർക്ക് പനിയൊക്കെ വന്നിരിക്കുന്നു, നമുക്ക് കഫക്കെട്ട് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ലൈം ജ്യൂസ്, നാരങ്ങ, ഓറഞ്ച് ജ്യൂസ്, അങ്ങനെ മുസമ്പി, അങ്ങനെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ജ്യൂസ് കൊടുക്കാം. ഓക്കെ, അപ്പൊ അവർക്ക് പെട്ടെന്ന് തന്നെ ആ ഇമ്മ്യൂണിറ്റി പവർ കൂടും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പല പല ഇത് വരുമ്പോ അറിയാം, നമ്മൾക്ക് ഇതൊന്നും പഠിച്ചിട്ടൊന്നുമല്ല, പക്ഷെ നമുക്കറിയാം നമ്മുടെ വീട്ടിൽ പല കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതുകൊണ്ട് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫുഡ് ഐറ്റംസ് ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നുള്ളതും അറിയാം. ഇപ്പൊ നോമ്പ് സമയമാകുമ്പോൾ ഭക്ഷണത്തിൽ ഒരു ചിട്ടയൊക്കെ വരുമല്ലോ. അപ്പൊ ആ സമയത്ത് നമുക്കറിയാം എങ്ങനെയുള്ള ഭക്ഷണം കഴിക്കണം. നമ്മൾ നോമ്പെന്ന് പറയുമ്പോഴേക്കും ആ ഒരു ടൈമിങ് തന്നെ വ്യത്യാസമാണ്, ഭക്ഷണം എടുക്കുന്ന ടൈമിങ് തന്നെ വ്യത്യാസമാണ്. അപ്പം ഏർലി മോർണിംഗ് എന്ത് കഴിച്ചാലാണ് ശരിയാകുന്നത്, ബോഡിക്ക് തന്നെ അറിയാൻ പറ്റും എന്തകത്തേക്ക് ചെന്നാലാ ശരിയാകുന്നത്. അപ്പൊ ആ രീതിയിലൊക്കെ അങ്ങനെയൊക്കെ കഴിക്കാം. ഓക്കെ, അപ്പം ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മനുഷ്യന്റെ ഗ്രോത്തിനും, അതായത് ഫിസിക്കൽ ആയിട്ടുള്ള ഗ്രോത്തിനും അതുപോലെ തന്നെ ബാക്കി എല്ലാ ഡെവലപ്മെന്റ്സും നമ്മൾ പറഞ്ഞു, സോഷ്യൽ, കോഗ്നിറ്റീവ്, ഇമോഷണൽ, ഇന്റലക്ച്വൽ, ലാംഗ്വേജ്, ഈ എല്ലാ ഡെവലപ്മെന്റ് നടക്കണമെങ്കിൽ അത് ഹെൽത്തി ആയിട്ടുള്ള ഒരാളിലാണ് അത് ശരിയായ രീതിയിൽ നടക്കുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് അഷ്വറൻസ് ഓഫ് പ്യുവർ ആൻഡ് ക്ലീൻ വാട്ടർ. പ്യുവർ വാട്ടറും അതുപോലെ തന്നെ ക്ലീൻ വാട്ടറും അത് നമുക്ക് ഉറപ്പാക്കണം. നമുക്ക് കിട്ടുന്ന വെള്ളം നല്ല ശുദ്ധമായതാണെന്ന് ഉറപ്പാക്കണം. നല്ല ഫ്രഷ് എയർ കിട്ടുന്ന സ്ഥലത്തായിരിക്കണം. നമുക്ക് പ്രോപ്പറായിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. 6 hours ഉറങ്ങണം എന്നൊക്കെ പറയുന്ന പോലെ 6 to 8 hours എന്നൊക്കെ പറയും അല്ലെ, 6 to 8 hours എന്ന് പറയും. അതുപോലെ തന്നെ ഫിസിക്കൽ എക്സസൈസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന. കുട്ടികൾ കളിക്കും, ഇപ്പൊ ബോള് കളിക്കും, അല്ലാതെ അങ്ങനെയുള്ള ഫിസിക്കലി മൂവ്മെന്റ് വരുന്ന ഇൻഡോർ ഗെയിംസ് ആണെങ്കിലും ഔട്ട്ഡോർ ഗെയിംസ് ആണെങ്കിലും അവര് കളിക്കും. അങ്ങനെ ആരോഗ്യം ഒന്ന് മ്യൂട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. പിന്നെ എക്സസൈസ്, ഫിസിക്കൽ എക്സസൈസ്. റിക്രിയേഷൻ കഴിഞ്ഞിട്ട് ഒരു കോമ ഇടണം കേട്ടോ. റിക്രിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിനോദങ്ങളിൽ ഏർപ്പെടുക, നമ്മളുടെ ഹോബീസ്, പാട്ട് കേൾക്കുക, സിനിമ കാണുക, എല്ലാരും കൂടി ഇരുന്ന് എന്തെങ്കിലും കളികളിൽ ഏർപ്പെടുക, ഡംഷറാട്സ് അങ്ങനെയൊക്കെയുള്ള കളികളൊക്കെ ഉണ്ടല്ലോ. പിന്നെന്താ, ഫിലിം സോങ്സ് ഒക്കെ പാടിയിട്ട് അങ്ങനെ ഓരോ പല രീതിയിലുള്ള കളികളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ റിക്രിയേഷൻസിൽ ഏർപ്പെടുക. സ്ലീപ്പ്, ഉറക്കം, ശരിയായ രീതിയിലുള്ള ഉറക്കം. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യങ്ങള് അതും ഇതിനകത്ത് വരും. പിന്നെ ബാഡ് ഹാബിറ്റ്സ് ലൈക്ക് സ്മോക്കിംഗ്, ഡ്രിങ്കിങ്. സ്മോക്ക് ചെയ്തിട്ടും ഡ്രിങ്ക് ചെയ്തിട്ടും ഇതുവരെയും ലോകത്താർക്കും ആരോഗ്യം കൂടിയതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല അല്ലെ. സോ അതൊക്കെ, അതുപോലെ തന്നെ ഡ്രഗ്സ് എടുക്കുന്നതും, ഇതെല്ലാം ഹെൽത്തിനെ ഈവിൾ ഇഫക്റ്റ് ആയിരിക്കും, മോശമായ രീതിയിൽ തന്നെ ബാധിക്കും. അത് ഫിസിക്കൽ ഡാമേജ് മാത്രമല്ല, മെന്റൽ ഡാമേജും കൂടിയാണ്. നമ്മളുടെ ബുദ്ധിക്ക് തന്നെ വ്യത്യാസങ്ങൾ വരും ഈ സ്മോക്ക് ചെയ്യുമ്പോഴും ഡ്രിങ്ക് ചെയ്യുമ്പോഴും ഡ്രഗ്സ് എടുക്കുമ്പോഴും. ഞാൻ ഇന്നൊരു മൂവി കണ്ടിരുന്നു രാവിലെ. ആ മൂവിയില് കുട്ടികൾ ഉണ്ടാവാനായിട്ട് വൈകുന്നതിന്റെ ഭയങ്കര ഒരു സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്. അങ്ങനെ അവര് ഡോക്ടറുടെ അടുത്ത് ട്രീറ്റ്മെന്റിന് ചെന്നപ്പോ ഡോക്ടർ ചോദിച്ചു സ്മോക്ക് ചെയ്യുമോന്ന് ചോദിച്ചു. അയാൾ സ്മോക്ക് ചെയ്യുന്നു പറഞ്ഞപ്പോൾ എന്നാൽ എത്രയും പെട്ടെന്ന് അത് നിർത്തിക്കോളാൻ പറഞ്ഞു. എന്നിട്ടാണ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതും ഒരു ബാഡായിട്ട് അഫക്ട് ചെയ്യുന്നുണ്ട്. ഇവരൊരു രസത്തിന് വേണ്ടിയിട്ട് സ്മോക്കിംഗ് സ്റ്റാർട്ട് ചെയ്തതായിരിക്കും, ബട്ട് അത് ബാഡായിട്ട് തന്നെ എഫക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളോട് പറഞ്ഞെന്നറിയില്ല, എന്റെ കസിന്റെ അവരുടെ അമ്മയുടെ ഫാമിലിയില് എന്റെ പേര് തന്നെ കേട്ടോ കുട്ടിക്കും, ജിഷ എന്നാണ് പേര്. ആ കുട്ടി ലങ്സ് ക്യാൻസർ വന്നാ മരിച്ചത്. റീസൺ എന്തുകൊണ്ട് ആ കുട്ടിക്ക് വന്നു എന്ന് പറയാനായിട്ട് നമ്മൾക്കൊരു വിസിബിൾ ആയിട്ടുള്ള ഒരു റീസൺ ആയിട്ട് തോന്നിയത് കുട്ടിയുടെ അച്ഛൻ ഒരു ചെയിൻ സ്മോക്കർ ആയിരുന്നു.
ഭയങ്കരമായിട്ട് സ്മോക്ക് ചെയ്യായിരുന്നു. ഇപ്പൊ ആ ഒരു ഗിൽട്ടി ഫീലിങ്ങിന് ജീവിക്കുക. കാരണം നല്ലൊരു കുട്ടിയായിരുന്നു, മാരേജ് കഴിഞ്ഞൊരു മോനുള്ളതായിരുന്നു. ആ സമയത്താണ് ഈ അസുഖം വന്ന് ലങ്സിനൊക്കെ ക്യാൻസർ വന്നാൽ ഭയങ്കര പാടല്ലേ. ക്യാൻസർ വന്ന ഭാഗം മുറിച്ചു കളയാന്നുള്ളതാണ് പലരും ചെയ്യുന്നത്. പക്ഷെ ലങ്സ് ഒക്കെ മുറിച്ചു കളയാൻ പറ്റും. അത് വയറ്റിലാണ്, അവിടെ ഒരു സൂചി കൊണ്ട് ഒരു കുത്തിടാൻ പോലും പറ്റില്ല. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് ഇതൊക്കെ ബാഡ് ഹാബിറ്റ്സ് ആണ്. സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, അതുപോലെ തന്നെ ഡ്രഗ്സ് എടുക്കുന്നത്. അത് ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല മെന്റൽ ഹെൽത്തിനെയും ബാധിക്കും. അത് ഇൻഡിവിജ്വലിനെ മാത്രമല്ല ഒരു സൊസൈറ്റിയെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പൊ ഈ കുട്ടിയുടെ അച്ഛൻ സ്മോക്ക് ചെയ്തു, പക്ഷെ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടായത് കുട്ടിക്കാണല്ലോ. മനസ്സിലായി? അങ്ങനെ അത് മാത്രമല്ല, ഡ്രിങ്ക്സ് കഴിക്കുന്ന ഒരാള് ഒരു നോയ്സെൻസ് പോലെ സൊസൈറ്റിക്ക് ചെയ്യുവാണെങ്കിൽ അത് അവിടെയുള്ള ആളുകളുടെ ഒരു ജീവിതം, അത് മാത്രമല്ല അയാളുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ മനസ്സിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. മെന്റൽ ഹെൽത്തിനെ ബാധിക്കും, വളർന്നു വരുന്ന കുട്ടികളെ ബാധിക്കും, അങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കും. പിന്നെ അതുപോലെ തന്നെ പല അസുഖങ്ങളുടെ കാരണങ്ങൾ, അതായത് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ സ്കോപ്പ് പറയുവാണ്. പല പല അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്തെല്ലാം പ്രിക്വേഷൻസ് അതെല്ലാം നമ്മൾ എടുക്കണം. അതും ഹെൽത്ത് എഡ്യൂക്കേഷൻ, അതിന്റെ അവയർനെസ്സിലൂടെ നമ്മൾക്ക് കിട്ടും. പിന്നെ അത് മാത്രമല്ല മെന്റൽ ഹെൽത്ത്, നമ്മളിപ്പോ നല്ല ഭക്ഷണം കഴിക്കണം, അതുപോലെ തന്നെ സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, ഡ്രഗ്സ് അതൊക്കെ ഒഴിവാക്കണം. പിന്നെ ഫ്രഷ് എയർ, വാട്ടർ എല്ലാം പറഞ്ഞു. പ്രോപ്പറായിട്ട് റെസ്റ്റ് ചെയ്യണം, റിക്രിയേഷൻ, നമുക്ക് ഇടയ്ക്കൊരു വിനോദങ്ങൾ അങ്ങനെയൊക്കെ വേണം. പിന്നെ കറക്റ്റ് ആയിട്ട് ഉറങ്ങണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതുപോലെ തന്നെ മെന്റൽ ഹെൽത്ത്, ഡൊമസ്റ്റിക് ഹൈജീൻ എന്ന് പറഞ്ഞാൽ വീട്ടിലെ ഹൈജീൻ, നമ്മളുടെ ഇന്റേണൽ, നമ്മളുടെ വീടിനുള്ളിലെ ഹൈജീൻ, കമ്മ്യൂണിറ്റി ഹൈജീൻ, പുറത്തുള്ള ഹൈജീൻ, സെക്സ് ഹൈജീൻ. കുട്ടികളുടെ ഏജ് അപ്രോപ്രിയേറ്റ് ഏജിൽ നമുക്ക് പല രീതിയിലുള്ള അവയർനെസ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. അതിലൊന്നാണ് സെക്സ് ഹൈജീൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഫസ്റ്റ് എയ്ഡിന്റെ ഇമ്പോർട്ടൻസ് ഓരോ വീട്ടിലും ചിലപ്പോൾ സൂക്ഷിച്ചിട്ടുണ്ടാവും അല്ലെ. കുഞ്ഞുങ്ങൾ ഓടി മുറിയും, അപ്പൊ അതിന് കൊടുക്കാൻ. പിന്നെ വീട്ടിലെ പ്രായമായ ആരെങ്കിലും ഡയബറ്റിക് ആയിട്ടുണ്ടെങ്കിൽ ഒത്തിരി സൂക്ഷിക്കും. ചെരുപ്പിട്ട് തന്നെ അവരെ അകത്തോട്ട് നടത്തണം. പുറത്തിറങ്ങുമ്പോഴും ചെരുപ്പിടണം. കാരണം കാലിലൊരു മുറിവ് വന്നാൽ തന്നെ പെട്ടെന്ന് അതിങ്ങനെ കയറും, പഴുത്ത് കയറും. അവർക്ക് ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെ അതെല്ലാം ശ്രദ്ധിക്കണം. അപ്പൊ ഫസ്റ്റ് എയ്ഡിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ നെസസിറ്റി, അതെല്ലാം വരുന്നത്. ഇപ്പൊ ഇങ്ങനെ നമ്മൾക്ക് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോഴേക്കും അവർക്ക് 3 ലെവലിലുള്ള ലൈഫ് അവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സ്കൂൾ ലൈഫ്, അത് കൂടാതെ അവർക്ക് വീട്ടിലുള്ള അവരുടെ പേഴ്സണൽ ലൈഫ്, പിന്നെ അവരൊരു സൊസൈറ്റിയിലായിരിക്കും ജീവിക്കുന്നത്, ആ ഒരു കമ്മ്യൂണിറ്റി ലൈഫ്. കുട്ടികൾ മാത്രമല്ല നമ്മൾക്കാണെങ്കിലും, നമ്മൾ ഇതുപോലെ തന്നെ വീട്, സൊസൈറ്റി, നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഇടം, അല്ലെങ്കിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഇടം, അങ്ങനെ നോക്കുമ്പോൾ 3 ഏരിയയിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ നോളജ് ഇങ്ങനെ 3 ഏരിയയിലും അപ്ലൈ ചെയ്തിരിക്കേണ്ടതാണ്. സ്കൂളില് അതിനനുസരിച്ചുള്ള അവയർനെസ് അവർക്ക് കിട്ടും. ഓക്കെ. പിന്നെ ചില റെസിഡൻസ് അസോസിയേഷനുകൾ ഇതുപോലെ അവയർനെസ് സെഷൻസ് അങ്ങനെയൊക്കെ വെക്കാറുണ്ട്. പക്ഷെ കൂടുതലും ഇങ്ങനെ നമ്മൾ കേട്ടിരിക്കുന്നത് ഡിഫൻസ്, അതായത് ഇപ്പൊ വീട്ടിൽ പെട്ടെന്ന് ഒരു കള്ളന്മാരുടെ ഒരു സംശയം, അല്ലെങ്കിൽ അവര് കയറി വരുവാണെങ്കിൽ എങ്ങനെ, അല്ലെങ്കിൽ ഗ്യാസ് ലീക്ക് ആവുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പിന്നെ ആരെങ്കിലും വെള്ളത്തിൽ വീണ് അവരെ അങ്ങനെ കുറെ കാര്യങ്ങളിലൊക്കെ അവയർനെസ് നമുക്ക് കിട്ടാറുണ്ട്. തീപിടുത്തം വന്നാൽ എന്ത് ചെയ്യണം, അങ്ങനെ കുറെ അവയർനെസ് ഒക്കെ കിട്ടൂലേ. അങ്ങനെ ഓരോ കാര്യങ്ങളും അങ്ങനെ വരുമ്പോൾ അതുപോലെ തന്നെയാണ് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ പല ഏരിയയിലും അവർ കൊടുക്കുന്ന അവയർനെസ് എന്ന് പറയുന്നത്. പിന്നെ ഈ CPR കൊടുക്കുന്നത്, കാർഡിയോ പൾമണറി അത് കൊടുക്കല്ലോ. ഇങ്ങനെ പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്ന ഒരാൾക്ക് ലങ്സിനും പ്രോബ്ലം ഉണ്ടായിരിക്കാം, ഹാർട്ടിനും പ്രശ്നം ഉണ്ടായിരിക്കാം. പെട്ടെന്ന് ഇങ്ങനെ 2 കൈയും കൂടെ പ്രസ് ചെയ്ത് അവര് അങ്ങനെ CPR കൊടുക്കാനായിട്ട് ഇപ്പൊ പല സ്കൂളുകളിലും കോളേജുകളിലും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്ട് ചെയ്ത് അവര് വന്ന് സെഷൻസ് എടുക്കാറുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമ്മൾ സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ് പറഞ്ഞത്. ഹെൽത്ത് എഡ്യൂക്കേഷന്റെ വാല്യൂ ഹെൽത്തിന്റെ വാല്യൂ നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതിന്റെ പേഴ്സണൽ ആൻഡ് സോഷ്യൽ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തരുന്നു. പിന്നെ അത് ഓരോ കാര്യങ്ങളിലും എങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ ഇൻടേക്ക് ചെയ്യണം, ഇൻപുട്ട് ചെയ്യണം, അത്. പിന്നെ അതുപോലെ തന്നെ ഫുഡ് മാത്രമല്ല, നമുക്ക് കിട്ടുന്ന എയർ,
വാട്ടർ അതെല്ലാം ക്ലീൻ ആണെന്ന് ഉറപ്പുവരുത്തണം. പിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് റെസ്റ്റ് ചെയ്യണം, നമ്മൾ ഫിസിക്കൽ എക്സസൈസസ് ചെയ്യണം, അതുപോലെ തന്നെ റിക്രിയേഷൻസിൽ ഏർപ്പെടണം. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ സ്ട്രെസ് മാറാൻ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ പറ്റുള്ളൂ. പാട്ട് കേൾക്കുക, മൂവി കാണുക, നമുക്ക് ഇഷ്ടപ്പെട്ട വിനോദങ്ങളിൽ ഏർപ്പെടാം, മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകാത്തത്. പിന്നെ ഉറക്കം, ശരിയായ രീതിയിലുള്ള ഉറക്കം. പിന്നെ ബാഡ് ഹാബിറ്റ്സ് ഒക്കെ ഒഴിവാക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്. ഓക്കെ ഫൈൻ. ഇനി നമ്മൾ നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. അടുത്തത് നമ്മൾ സ്കോപ്പ് ആയിരുന്നു പറഞ്ഞത്. ഹെൽത്ത് എഡ്യൂക്കേഷൻ നമുക്ക് ഏതൊക്കെ ഏരിയയിൽ ഉള്ള അവയർനെസ് തരുന്നു, എന്തെല്ലാം കാര്യങ്ങളാണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, കാര്യങ്ങളെ കുറിച്ചുള്ള അവയർനെസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അങ്ങനെയുള്ളതായിരുന്നു നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഇപ്പൊ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. എങ്ങനെ നമ്മളുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം അതിനെപ്പറ്റി ഒരു അവയർനെസ് ആണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. ഇതിലില്ലാത്തൊരു കാര്യമായിട്ട് ഒരു പോയിന്റ് ആണ് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്, ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു ഹൗ ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ഒരു അവയർനെസ് ആണ് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടുന്നത്. അതുകൂടാതെ എങ്ങനെ ഇൽനെസ്സിനെ പ്രിവെന്റ് ചെയ്യാം, ഹൗ ടു പ്രിവെന്റ് ഇൽനെസ്. ഓക്കെ, അതുപോലെ ഹൗ ടു പ്രിവെന്റ് ഇഞ്ചുറീസ്. അസുഖങ്ങൾ മാത്രമല്ല, നമുക്ക് അപകടങ്ങൾ വരാം അല്ലെ, മുറിവുകൾ വരാം, പൊള്ളൽ വരാം. അപ്പൊ അങ്ങനെയുള്ള ആ ഡാമേജുകളൊക്കെ വരുമ്പോൾ അതിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, വരാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കാം. ഇനി ക്രോണിക് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ, ഹെൽത്ത് ഒരു മനുഷ്യന് ഇപ്പൊ ക്രോണിക് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ മാനേജ് ചെയ്യാം. ഡയബറ്റിക് ആണെങ്കിൽ, കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ, പ്രഷർ ഉണ്ടെങ്കിൽ അതിനെയെല്ലാം എങ്ങനെ മാനേജ് ചെയ്യാം. ഈ കാര്യങ്ങളാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. അതിലുള്ള ഒരു അവയർനെസ് ആണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആളുകൾക്ക് കൊടുക്കുന്നത്. ഒന്നുകൂടെ പറയാം, ഇറ്റ് ഹെൽപ്പ് പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്, ആളുകളെ മനസ്സിലാക്കിക്കുന്നു ഹൗ ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം. ഹൗ ടു പ്രിവെന്റ് ഇൽനെസ് ആൻഡ് ഇഞ്ചുറീസ്, ഈ ഇൽനെസ്സും ഇഞ്ചുറീസും എങ്ങനെ പ്രിവെന്റ് ചെയ്യാം. ദെൻ ഹൗ ടു മാനേജ് ക്രോണിക് കണ്ടീഷൻസ്. നമ്മൾ പറഞ്ഞു ഹൗ ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഒന്നാമത്തെ പോയിന്റ്. ഹൗ ടു പ്രിവെന്റ് ഇൽനെസ് ആൻഡ് ഇഞ്ചുറീസ്, സെക്കൻഡ് പോയിന്റ്. ഹൗ ടു മാനേജ് ക്രോണിക് കണ്ടീഷൻസ്, ക്രോണിക് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ മാനേജ് ചെയ്യാം. ഈ മൂന്ന് കാര്യങ്ങളുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ, അതിലൊരു അവയർനെസ് ആണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആളുകൾക്ക് കൊടുക്കുന്നത്. നമുക്കൊരു ശരിയായ രീതിയിലുള്ള ഇൻഫർമേഷൻസും നോളജും ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ കിട്ടുന്നു. എങ്ങനെ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണം, എങ്ങനത്തെ ലൈഫ് സ്റ്റൈലാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പല രീതിയിലുള്ള ഫുഡ് ഹാബിറ്റ്സ് ഉള്ള ആൾക്കാരുണ്ടല്ലേ. ഇപ്പൊ വെജിറ്റേറിയൻ മാത്രമുള്ളവരുണ്ട്, നോൺ വെജ് കഴിക്കുന്നവരുണ്ട്, ചിലര് ഫിഷ് പ്ലസ് വെജ് അങ്ങനെയുള്ളവരുണ്ടാവും, ചിലര് എഗ് പ്ലസ് വെജ് അങ്ങനെയുള്ളവരുണ്ടാവും, ചിലര് വീഗൻസ് ഉണ്ടാവും. എന്താ വീഗൻസ്? എന്തോ വെജിറ്റേറിയൻസ്, ഫുള്ളി വെജിറ്റേറിയൻ, എങ്ങനെയുള്ള ഫുള്ളി വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ എന്താ? എഗ് അങ്ങനെ ഒന്നും കൺസ്യൂം ചെയ്യില്ല അവര്. അതെ, അതായത് അനിമൽ പ്രോഡക്ട്സ് ഒന്നും അവർ യൂസ് ചെയ്യില്ല. ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല, ആക്സസറീസ് ആയിട്ടും അവർ യൂസ് ചെയ്യില്ല. ബാഗ്, ചെരുപ്പ്, ബെൽറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ചിലതൊക്കെ ഇങ്ങനെ അനിമൽസിന്റെ സ്കിന്നും ഒക്കെ യൂസ് ചെയ്യില്ല. ലെതർ പ്രോഡക്ട്സ് ഒക്കെ ഇല്ലേ, അതൊന്നും അവർ ഉപയോഗിക്കില്ല. എന്താ അനിമൽ പ്രോഡക്ട്സ് ആയിട്ട് കിട്ടുന്ന ഒരു സാധനങ്ങൾ, അതായത് ഇപ്പൊ ഡയറി പ്രോഡക്ട്സ് ഉണ്ട്, കേർഡ്, യോഗേർട്ട്, ഗീ, അതെല്ലാം ഉണ്ടല്ലോ, അതൊന്നും അവർ യൂസ് ചെയ്യില്ല. അങ്ങനെയുള്ളവരാണ് വീഗൻസ്. അപ്പൊ ഇവർക്ക് ഡെഫിഷ്യൻസി കൂടുതലായിരിക്കും അല്ലെ. നമുക്കിപ്പോ യോഗേർട്ടിൽ നിന്ന് കിട്ടുന്നത് യോഗേർട്ടിൽ നിന്ന് തന്നെ കിട്ടുള്ളൂ. എഗ്ഗിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻ അത് വളരെ പ്രോട്ടീൻ റിച്ച് ആണ് എഗ്.
അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ വീക്കെൻഡ്സ് ആണെങ്കിൽ, വെജിറ്റേറിയൻസ് ആണെങ്കിൽ കുഴപ്പമില്ല, കാരണം അവർക്ക് വെജിറ്റബിൾ സപ്ലിമെന്റ്സ് അവർ അതിനനുസരിച്ച് കൂടുതൽ എടുത്താൽ മതി. അവർ കേർഡ് കൂടുതലായിട്ട് യൂസ് ചെയ്യും, യോഗേർട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യും, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്യും. പക്ഷെ വീഗൻസ് എന്ന് പറയുമ്പോൾ അവർ കുറെ കാര്യങ്ങൾ ഒഴിവാക്കുവാണല്ലോ. അങ്ങനെ വരുമ്പോൾ ഡോക്ടേഴ്സ് അവർക്ക് സപ്ലിമെന്റ്സ് പ്രൊവൈഡ് ചെയ്യും, കാരണം അവർക്ക് ഡെഫിഷ്യൻസി ഉണ്ട്. സോ അങ്ങനെ പല ഫുഡ് ഹാബിറ്റ്സ് ഉള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ ആ രീതിയിലും ഫോക്കസ് ചെയ്തിട്ട് അവയർനെസ് നമുക്ക് തരും. ഏത് ഫുഡ് ഹാബിറ്റ്സ് ആണോ നമ്മൾ ഫോളോ ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മളുടെ ഇൻടേക്ക് എങ്ങനെയായിരിക്കണം, എത്ര അളവിൽ വേണം, ഏതാണ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കേണ്ടത്, എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ആ ഫുഡ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷനിൽ വരും. അപ്പൊ നമ്മളുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും അതിന്റെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഇതിന്റെ അവയർനെസ്സിലൂടെ കിട്ടുന്നത്. 2 പാരഗ്രാഫ്സ് ഉണ്ട്, ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ആരെങ്കിലും ഒന്ന് വായിക്കും. യെസ്, അരുലേ? ഞാൻ വായിക്കാം. Importance of health education. Habits and behavior familiar in childhood remains constant even in adulthood. It is education that helps the child to achieve healthy habits and attitudes. No health program can be improved without the help of a school. Hence, whatever steps are taken in school regarding health have a direct effect on the community. Whatever happens in a community has its effect on the school. It expected school students, whatever they learn about health in the school, to inform or discuss with their parents, other family members. Hence, health knowledge generates through school, and parents also get education. എന്താ ഹാബിറ്റ്സും ബിഹേവിയറും തമ്മിലുള്ള വ്യത്യാസം? What is meant by habits? What is meant by behavior? What's the difference between these two? ബിഹേവിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വഭാവമാണ്. Habits ശീലം. എന്തോ ജൂലി എന്താ പറഞ്ഞേ? What we are learning from childhood is habits. Behavior means we are creating our own. ഓക്കെ, നമ്മള് ചെറുപ്പം തുടങ്ങിയ കേട്ടിട്ടുള്ള ഹാബിറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതെന്താണ്? ഓക്കെ, നിങ്ങൾക്ക് അപ്പൊ ഒരാളെ മനസ്സിലിങ്ങനെ വിചാരിക്കുക, എന്നിട്ട് സ്വന്തം ഒന്നും പറയണമെന്ന് ഞാൻ പറയില്ല, ഒരു ഹാബിറ്റും പറയാ, ഒരു ബിഹേവിയറും പറയാ. ഒന്ന് ആലോചിച്ച് നോക്കി. ഹലോ, യെസ്, പറഞ്ഞു. കേട്ടില്ലായിരുന്നു ഞാൻ ചോദിച്ചത്? ഒരു ഹാബിറ്റ്, ഏതെങ്കിലും ഒരു ആൾ ജസ്റ്റ് ഒരു ഇമാജിൻ ചെയ്യാൻ, ഒരു വ്യക്തി വിർച്വലി ഒരാളുണ്ടെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഹാബിറ്റ് ആയിട്ട് നമ്മൾ എന്ത് കാര്യങ്ങളൊക്കെയാ പറയാറ് പൊതുവെ? ഭയങ്കര ക്ലീൻ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഭയങ്കരമായിട്ട് ക്ലീൻ ആണ്. പേഴ്സണലി ഭയങ്കരമായിട്ട് ക്ലീൻ നോക്കുന്ന ആളാണ്. അപ്പൊ അയാളുടെ ഒരു ഹാബിറ്റ് ആണ് ഒരു ദിവസം 2 പ്രാവശ്യം പല്ലേക്കും, രാവിലെയും വൈകിട്ടും രാത്രി. ഓക്കെ, ഓക്കെ. പിന്നെ നഖം കടിക്കുന്ന ശീലം അല്ലേ? ഭയങ്കര ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരെ വരെ ഞാൻ ഇങ്ങനെ നെയിൽ ബൈറ്റിങ് കണ്ടിട്ടുണ്ട്. അത് ടെൻഷനോ സ്ട്രെസ്സോ ഒന്നും കൊണ്ടല്ല, അവരൊക്കെ അങ്ങനെ വരും, ഇങ്ങനെ നഖം കടിച്ചോണ്ടേയിരിക്കും. ഓക്കെ, അങ്ങനെ ഹാബിറ്റ്. അത് പിന്നെ സ്മോക്കിംഗ് ഒരു ഹാബിറ്റ് ആണല്ലേ, മാറ്റാൻ ബുദ്ധിമുട്ടുള്ളതാണ് ഹാബിറ്റ്. നമുക്കതങ്ങ് ശീലമായി, അത് മാറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ടഫ്. ഇപ്പൊ കുഞ്ഞുങ്ങളുടെ ചില ശീലങ്ങൾ നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ മാറ്റി എടുക്കും. വിരൽ കുടിക്കുന്നത്, നഖം കടിക്കുന്നത്, അല്ലെങ്കിൽ 2-2.5 വയസ്സൊക്കെ ആകുമ്പോ പാലുകൂടി നിർത്തുന്നത്, അതൊക്കെ ശീലങ്ങൾ മാറ്റുക നമ്മൾ പറയും ഹാബിറ്റ് അല്ലെ. ഇനി ബിഹേവിയർ എന്താ വ്യത്യാസം? ജൂലിയറ്റ് ഇതിനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അതായത് നമ്മള് വീട്ടിലെ ബിഹേവിയർ ആയിരിക്കുമോ നമ്മൾ പുറത്തിറങ്ങുമ്പോ അല്ല. മാറും അല്ലെ? നമ്മളിപ്പോ നമുക്ക് ആ ഒരു സെൻസ് ഉണ്ട്. നമ്മൾ ക്ലാസ്സിൽ ഇപ്പൊ ഒരു സ്റ്റുഡന്റ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ നമ്മളുടെ ആ ഒരു ബിഹേവിയർ ആ ഒരു പാറ്റേൺ ആയിരിക്കും. അതേസമയം നാളെ നമ്മുടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ പോകും, സോ നമ്മുടെ ആ ബിഹേവിയർ മാറുക. അങ്ങനെ അതുമല്ല, നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുന്നു, സോ നമ്മളുടെ ബിഹേവിയറിൽ മാറ്റം വരുന്നു. ഈവൻ നമ്മളുടെ കുഞ്ഞുങ്ങൾ വരെ വീട്ടിലൊരാൾ വരുമ്പോൾ അവരുടെ രീതി മാറും. നമ്മളോട് പെരുമാറുന്ന പോലെ ആയിട്ടില്ല അപ്പൊ പെരുമാറുന്നത്. ഓക്കെ, മേ ബി ആ ഒരു ഇൻസ്റ്റന്റിന് തൊട്ട് മുമ്പ് എന്തെങ്കിലും ദേഷ്യം പിടിച്ച് നിൽക്കുന്നതാണെങ്കിൽ പോലും പെട്ടെന്ന് സ്വിച്ച് ഇട്ട പോലെ അവരങ്ങ് മാറും. ആ ഒരു മെച്യൂരിറ്റിയോ നമ്മൾ എന്തായാലും പറയണോ. അപ്പൊ അങ്ങനെ ബിഹേവിയർ പാറ്റേൺ അത് മാറിക്കൊണ്ടിരിക്കും. ബട്ട് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അങ്ങ് ശീലിച്ചു പോയി. സംടൈംസ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ us ടു റിമൂവ് ദാറ്റ് തിങ് ഫ്രം അവർ മൈൻഡ്. നമുക്കത് മാറ്റാൻ പറ്റില്ല. നഖം കടിക്കുക, ലൈക്ക് അങ്ങനെയുള്ള ചില ശീലങ്ങൾ വരുമല്ലോ. സ്മോക്കിംഗ് അതൊരു ഹാബിറ്റ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. അത് മാറ്റാൻ ടഫായിട്ട് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യാറുണ്ട് ചില ആളുകൾ. ചിലരത് വളരെ ഫോക്കസ്ഡ് ആയിട്ട് നല്ല എനിക്കത് മാറ്റിയേ പറ്റൂ എന്നൊക്കെ അങ്ങനെ സ്വയം ഡിസൈഡ് ചെയ്ത് മാറ്റുന്ന ആൾക്കാരും ഉണ്ട്. ഓക്കെ, ഹാബിറ്റ്സും ബിഹേവിയറും ഇത് ചൈൽഡ്ഹുഡിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് അഡൾട്ട്ഹുഡ് വരെയും അതിങ്ങനെ പോകും. ഇപ്പം ഇതുപോലെ ഇപ്പൊ നല്ല ഹാബിറ്റ്, ഹെൽത്തി ഹാബിറ്റ്സ് അത് നല്ലതാണല്ലേ. അതേസമയം ഹെൽത്തിനെ ഡയറക്ട്ലിയും ഇൻഡയറക്ട്ലിയും ബാധിക്കുന്ന ഹാബിറ്റ്സ് ആണെങ്കിൽ നമ്മളത് മാറ്റണം. അപ്പൊ ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ അതിനുള്ള അവയർനെസ് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഹെൽത്തി ഹാബിറ്റ്സും ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്കും അച്ചീവ് ചെയ്യാനായിട്ട് കുട്ടികളെ ചെറുപ്പം തുടങ്ങിയേ ശീലിപ്പിക്കുമ്പോൾ അത് മാറും. പിന്നെ ഈ ഹെൽത്ത് പ്രോഗ്രാം എപ്പോഴും നമ്മൾ വീട്ടിനേക്കാളും എപ്പോഴും സ്കൂളുകളിൽ ഹെൽത്ത് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ കുട്ടികളിൽ ആ ഹെൽത്തി ഹാബിറ്റ്സും ആ ഒരു ആറ്റിറ്റ്യൂഡും എല്ലാം ഇംപ്രൂവ് ആകാനുള്ള ചാൻസ് ഉണ്ട്. സ്കൂളിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെക്യൂലിയാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ ഫ്രണ്ട്സിന്റെ കൂടെയാണ് പിയർ ഗ്രൂപ്പ്. അവിടെയാണ് പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് വരുന്നത്. അവരുടെ ഫ്രണ്ട്സിന്റെ സ്വാധീനം അല്ലെ, ഇൻഫ്ലുവൻസ്. അപ്പോൾ എന്റെ ഫ്രണ്ട്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ അച്ഛൻ ചെയ്യുന്നു അമ്മ ചെയ്യുന്നു എന്ന് ഫോളോ ചെയ്യുന്നത് അവർക്ക് ഒരിക്കലും അഡൾട്ട്ഹുഡിൽ വരില്ല. ചെറുപ്പത്തിൽ അവര് നമ്മളെ റോൾ മോഡലൊക്കെ ആക്കും. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ അവരെ കാണിച്ചു കൊടുക്കുമ്പോൾ ദേ വിൽ ഡെഫിനറ്റ്ലി ഫോളോ us. ഇനി അത് ചൈൽഡ്ഹുഡിൽ നടക്കാത്ത കുട്ടികളാണെങ്കിൽ പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസിൽ അവർക്കും മാറ്റങ്ങൾ വരും. ശരിക്കും ഇവരുടെ ആ ഒരു ഫ്രണ്ട് സർക്കിൾ, ആ ഒരു പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ ഡെഫിനറ്റ്ലി കുട്ടികളിൽ നല്ല വ്യത്യാസം. അതിപ്പോ ഹെൽത്തി ഹാബിറ്റ്സിലാണെങ്കിലും ആറ്റിറ്റ്യൂഡിലാണെങ്കിലും സ്റ്റഡീസിലാണെങ്കിലും എല്ലാം ആ ഒരു ഇൻഫ്ലുവൻസ് നല്ല പോസിറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് ആണെങ്കിൽ നന്നായിട്ട് വരും. അപ്പൊ എപ്പോഴും നമ്മൾ നമ്മുടെ കുട്ടികളുടെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടല്ല എന്നാലും പറയുവാണ്, കുട്ടികളുടെ ഫ്രണ്ട് സർക്കിളിൽ നമ്മൾ എപ്പോഴും ഒരു ശ്രദ്ധ വേണം. നമ്മൾ മനസ്സിലാക്കണം ഫ്രണ്ട്സ് എങ്ങനെയാണെന്നുള്ളത്. മറ്റേ പാരന്റ്സുമായിട്ടൊരു കണക്ഷൻ വെക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പൊ സ്കൂളില് ഈ പ്രോഗ്രാമിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കുട്ടികൾക്ക് അത് നല്ല രീതിയിൽ കിട്ടും. വീട്ടിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരെത്രത്തോളം ശ്രദ്ധിക്കണം എന്നില്ല, എത്രത്തോളം അവരെ അക്സെപ്റ്റ് ചെയ്യണമെന്നും ഇല്ല. പെൺകുട്ടികളിൽ പിന്നെയും ആ ഒരു ഇന്റർവെൻഷൻ നമുക്ക് നടക്കും. കാരണം അവർക്ക് ഈ മെൻസ്ട്രേഷൻസ് ഒക്കെ വരുന്ന സമയമാകുമ്പോൾ നമ്മളാണല്ലോ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെ ഹൈജീൻ ആയിരിക്കണം, എങ്ങനെ ആ സമയത്ത് ബോഡി നോക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അവർക്ക്. അപ്പൊ അതവർ കേൾക്കും. കാരണം അവിടെ ഒരു ചാൻസ് ഉണ്ട്. കാരണം പക്ഷെ ആൺകുട്ടികളിൽ നമുക്ക് അങ്ങനെയുള്ള ഇന്റർവെൻഷൻ ഇത്തിരി ടഫായിട്ട് വരും. അപ്പൊ ഇത് സ്കൂളുകളിൽ തന്നെ ഇതിന് പറ്റുന്ന പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. സോ ഹെൽത്തിനെ പറ്റി സ്കൂളിൽ നിന്നും അവർ മനസ്സിലാക്കുന്ന കാര്യങ്ങളെല്ലാം അവരങ്ങനെ തന്നെ, കൊച്ചുകുട്ടികളൊക്കെ അറിയാലോ, സ്കൂളിൽ നടക്കുന്ന എല്ലാ വിവരങ്ങളും പുട്ടും പൊടിയായിട്ട് അവർ വീട്ടിൽ വന്ന് ഇൻഫോം ചെയ്യും. അപ്പൊ ഈവൻ കുട്ടികൾ കുറേ ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. അപ്പോ ഒരു കുട്ടിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അത് അതിന്റെ വീട്ടിൽ വന്ന് പറയുന്നു, ആ വീട്ടിലുള്ള ആളുകൾക്ക് മുഴുവനും അതിന്റെ അവയർനെസ് കിട്ടുന്നു. അങ്ങനെ പല പല കുട്ടികളാവുമ്പോഴേക്കും ആ ഒരു സൊസൈറ്റി, കമ്മ്യൂണിറ്റി മുഴുവനും ആ ഹെൽത്തിനെ കുറിച്ചുള്ള അവയർനെസ് സ്പ്രെഡ് ആകുന്നു. അതുകൊണ്ടും കൂടി സ്കൂളുകൾ ഏറ്റവും നല്ല ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലേസ് തന്നെയാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ.
അങ്ങനെ സ്കൂളിൽ നിന്ന് പാരന്റ്സിൽ, അപ്പൊ പാരന്റ്സിനും അതിനെക്കുറിച്ച് അവയർനെസ് കിട്ടും. പിന്നെ നമുക്ക് ഹെൽത്ത് എന്ന് പറയുന്നത് ഇപ്പൊ പല സപ്ലിമെന്റ്സ് ഒത്തിരി ഇറങ്ങുന്നുണ്ട്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഈ അസുഖം വരില്ല, ഇത് ദിവസവും ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വരില്ല എന്നൊക്കെ പറഞ്ഞ പല ഗുളികകളും പിൽസും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ 1 or 2 പിൽസ് എവരിഡേ കഴിക്കുന്നതുകൊണ്ട് മാത്രം ഹെൽത്ത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ഈ കിട്ടുന്ന നോളജ് നമ്മളുടെ ലൈഫിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് ആ രീതിയിൽ നമ്മൾ നമ്മളുടെ ലൈഫ് കൊണ്ടുപോകണം. അപ്പോൾ മാത്രമാണ് ആ ഒരു ഹെൽത്ത് എന്നുള്ളത് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ബോഡിയെ ടേക്ക് കെയർ ചെയ്യണം. അത് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലാണെങ്കിലും ക്ലെൻലിനെസ്, നമ്മളുടെ ഹൈജീൻ, വൃത്തി, പിന്നെ എക്സസൈസ്, പിന്നെ അസുഖങ്ങൾ വരാതിരിക്കാനായിട്ടുള്ള മുൻകരുതലുകൾ, പ്രൊട്ടക്ഷൻസ് എടുക്കണം. അതുപോലെ അതെല്ലാം വളരെ എസെൻഷ്യൽസ് ആണ്. ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് അങ്ങനെ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ട് ഹെൽത്തി ആയിരിക്കാനുള്ള എന്തെല്ലാം മാർഗങ്ങളുണ്ടോ, മീൻസ് ഉണ്ടോ, അതെല്ലാം നമ്മൾ ഫോളോ ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 3 പോയിന്റ്സ് ഉണ്ട്. അതാരാ റീഡ് ചെയ്യാം? Teaching principles of health and hygiene is important as school days make the foundation of habits. The school authorities should guarantee that the school building gets fresh air and sunlight. Proper water supply should also be available for drinking as well as cleaning purposes. Appropriate exercises should be included in the school curriculum in between study hours, which will be helpful to make the students more powerful. The school should be able to provide the children with a pleasant atmosphere for their growth and development. ഓക്കെ, ഇപ്പൊ സ്കൂളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും ചെയ്യേണ്ടതെന്ന് അബൌട്ട് ഹെൽത്ത് എഡ്യൂക്കേഷൻ. കുട്ടികളെ ഹെൽത്തിനെ കുറിച്ചും ഹൈജീനിനെ കുറിച്ചുള്ള പ്രിൻസിപ്പിൾസ് അത് മനസ്സിലാക്കി കൊടുക്കണം. അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കണം. സ്കൂൾ ഡേയ്സ് ആണ്. ആ സ്കൂളിലേക്ക് വരുമ്പോഴാണ്, അതായത് 3 years കഴിയുമ്പോൾ തുടങ്ങി കുട്ടികൾ സ്കൂളിലാണല്ലേ. അപ്പൊ ആ ഒരു ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മൈൻഡ് ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും, അവരുടെ മെമ്മറി ഒക്കെ വളരെ ഷാർപ്പായിരിക്കും. അപ്പൊ ആ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഹാബിറ്റ്സിന്റെ ഫൗണ്ടേഷൻ ആണ്. 3 വയസ്സിൽ താഴെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു ഓർമ്മയുണ്ടാവില്ല ആ സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും. അൺകോൺഷ്യസ് മൈൻഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫിലെ നല്ല കാര്യങ്ങളെല്ലാം അവരിലേക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഗുഡ് ഈവിൾ തിരിച്ചറിയാനും പറ്റണം. എന്താണ് ഗുഡ്, ഞാൻ എന്ത് ആക്സെപ്റ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർ മനസ്സിലാക്കുന്ന ഒരു ഫൗണ്ടേഷനാണ്, ഹാബിറ്റ്സിന്റെ ഫൗണ്ടേഷൻ. പിന്നെ നമ്മളിപ്പോ നമ്മളുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർക്കാനായിട്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ലേ, സ്കൂൾ എങ്ങനെയുണ്ട്, നല്ല സൗകര്യമുള്ളതാണോ, നല്ല വെള്ളം കിട്ടുന്നുണ്ടോ, ടോയ്ലറ്റ് ഒക്കെ ക്ലീൻ ആണോ, സറൗണ്ടിങ്സ് ഒക്കെ ക്ലീൻ ആണോ, സ്കൂളിന്റെ പരിസരത്ത് കുട്ടികളെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, ഈവൻ റോഡ് ക്രൗഡഡ് ആണോ, കുട്ടികൾക്ക് പേടിക്കേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ലേ. അപ്പൊ അതുപോലെ തന്നെ സ്കൂൾ അതോറിറ്റീസ് ഗ്യാരണ്ടി തരണം സ്കൂൾ ബിൽഡിങ്സ് സ്കൂളിൽ നല്ല ഫ്രഷ് എയർ കിട്ടുന്നതായിരിക്കും, അതുപോലെ തന്നെ നല്ല സൺലൈറ്റ് കിട്ടുന്നതായിരിക്കണം. പിന്നെ പ്രോപ്പർ വാട്ടർ സപ്ലൈ, കുടിക്കാൻ മാത്രമല്ല ക്ലീനിങ് പർപ്പസിനുമുള്ള പ്രോപ്പർ വാട്ടർ സപ്ലൈ അവിടെ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. പിന്നെ സ്കൂൾ കരിക്കുലം, സ്കൂളിൽ കുറെ പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇൻ ബിറ്റ്വീൻ കരിക്കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സബ്ജക്ട്സ് സ്റ്റഡിങ്ങിന്റെ ആ ഒരു പോർഷൻ, ആ കരിക്കുലത്തിന്റെ ഇൻ ബിറ്റ്വീൻ സ്റ്റഡി അവേഴ്സിൽ ഫിസിക്കൽ എക്സസൈസിന് വേണ്ടുന്ന ഒരു സെഷൻ കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം. നമുക്കറിയാം PT ഉണ്ട് കുട്ടികൾക്ക്, അല്ലെ, PT പീരീഡ് ഉണ്ട്. അങ്ങനെ ആവുമ്പോഴാണ് അത് അവരെ ഹെൽപ്പ് ചെയ്യുന്നു പവർഫുൾ ആകാനായിട്ട്. പണ്ടൊക്കെ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ക്ലാസ്സിലെ ടീച്ചർ വരുമ്പോൾ നമ്മളുടെ ഉറക്കം പോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് ചെറിയ ചെറിയ എക്സസൈസ് ചെയ്യിക്കും, അല്ലെ, ലെഫ്റ്റ് റൈറ്റ് ഫ്രണ്ടിലേക്ക് കൈ സ്ട്രെച്ച് ചെയ്യുക, മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുക, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ജമ്പ് ചെയ്യിക്കുക, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യിക്കും. സോ നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റിയും മസ്റ്റാണ് സ്കൂളുകളിൽ.
അതുപോലെ ഒരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ ആയിരിക്കണം അവരുടെ. കാരണം അവരുടെ ബോഡിയിൽ മാത്രമല്ല ചേഞ്ചസ് വരുന്നത്, അവരുടെ മാനസികമായിട്ടും ബുദ്ധിപരമായിട്ടും മെന്റൽ കോഗ്നേറ്റീവ് ലാംഗ്വേജ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഒരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ ആയിരിക്കണം ഫോർ ദെയർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അവരുടെ വളർച്ചയ്ക്കും വികാസത്തിനും, മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഫിസിക്കൽ ഗ്രോത്തും ഡെവലപ്മെന്റും, ബാക്കി മെന്റൽ കോഗ്നേറ്റീവ് എന്ന് വെച്ചാൽ ബുദ്ധിപരമായിട്ട്, പിന്നെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്, എല്ലാം ഇതിനും പറ്റുന്ന നല്ലൊരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ ആയിരിക്കണം സ്കൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷനിൽ വന്നത്. അപ്പൊ നമ്മൾ സ്കോപ്പ് പറഞ്ഞു, ഇമ്പോർട്ടൻസ്, ഈവൻ നമ്മൾ ഹെൽത്ത് ഹൈജീൻ എന്നൊക്കെ പറഞ്ഞു വന്നെങ്കിലും അതിലേക്ക് നമ്മൾ എത്തിക്കണമെങ്കിൽ ഈ ഒരു അവയർനെസ് നമ്മൾക്ക് കിട്ടണം. അത് ശരിയായ സോഴ്സസിൽ നിന്ന്, അതായത് ഇപ്പൊ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്ട് ചെയ്ത് സ്കൂൾ അധികൃതർ അതിന് വേണ്ടുന്ന ഹെൽത്ത് പ്രോഗ്രാംസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോൾ കുട്ടികളിൽ അവരുടെ ഹാബിറ്റ്സ്, അവരുടെ ആറ്റിറ്റ്യൂഡ്, ഈവൻ അവരുടെ ബിഹേവിയർ പാറ്റേൺ എല്ലാത്തിലും നല്ല വ്യത്യാസം വരും. സ്കൂളാകുമ്പോൾ അവർ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നു. ഒരു കുട്ടിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അങ്ങനെ തന്നെ വീട്ടിലേക്ക് എത്തുന്നു, വീട്ടിലുള്ളവർക്കും അതൊരു നോളജ് ആയിട്ട് കിട്ടുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെ, സ്കോപ്പ്, ഇമ്പോർട്ടൻസ്, എയിംസ് ഇതെല്ലാം കണക്റ്റഡ് ആണ്. സോ എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ് നെക്സ്റ്റ് വരുന്നത്. സോ ബിഫോർ ദാറ്റ് ഞാൻ ആ ടോപ്പിക് ഒന്ന് പറയാം. ഹെൽത്തിന്റെ ഫ്രേസസിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. ഹെൽത്ത് ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹെൽത്ത് റിലേറ്റഡ് ഫ്രേസസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇഫ് വെൽത്ത് ഈസ് ലോസ്റ്റ് നത്തിങ് ഈസ് ലോസ്റ്റ്, അല്ലെ? നമ്മുടെ പണം നഷ്ടപ്പെട്ടാൽ നമുക്കത് ഉണ്ടാക്കാം എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് നേരായ മാർഗത്തിൽ. ഇഫ് ഹെൽത്ത് ഈസ് ലോസ്റ്റ് സംതിങ് ഈസ് ലോസ്റ്റ്. അപ്പം അതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം വരുന്നുണ്ട്. ഇഫ് ക്യാരക്ടർ ഈസ് ലോസ്റ്റ് എവറിത്തിങ് ഈസ് ലോസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്രേസ് കേട്ടിട്ടുണ്ടോ? Yes, ma'am. Yes, ma'am. If wealth is lost, nothing is lost. If health is lost, something is lost. If character is lost, everything is lost. Okay. And a healthy mind runs body. പിന്നെയുള്ളത് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും നിങ്ങളൊരു മലയാളത്തിൽ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ലൈഫ് വിത്തൗട്ട് ഹെൽത്ത് ഈസ് എ മിസറി, എ വിർച്വൽ ഡെത്ത്. ഹെൽത്ത് ഇല്ലാത്ത ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതാണ്ട് മരിച്ചതുപോലെയാണ്, വിർച്വൽ ഡെത്ത് ആണെന്ന്. ലൈഫ് വിത്തൗട്ട് ഹെൽത്ത് ഈസ് എ മിസറി, എ വിർച്വൽ ഡെത്ത്. നിങ്ങൾക്കിത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് ഷെയർ ചെയ്യൂ ഹെൽത്ത് റിലേറ്റഡ് ഫ്രേസസ്. ഓക്കെ, ഇനി അത് ഞാൻ ക്ലാസ് റൂമിൽ അസൈൻമെന്റ് ആയിട്ട് ഞാൻ ഇട്ടേക്കാം. ഹെൽത്ത് റിലേറ്റഡ് ഫ്രേസസ് കളക്ട് ചെയ്യാനായിട്ട്. ഒന്ന് നമ്മളുടെ അരിസ്റ്റോട്ടിൽ പറഞ്ഞ സൗണ്ട് മൈൻഡിന്റെ സൗണ്ട് ബോഡി എഴുതാം. ഹെൽത്തി മൈൻഡ് റെസ്റ്റ് ഓൺലി ഇൻ എ ഹെൽത്തി ബോഡി. ഇഫ് വെൽത്ത് ഈസ് ലോസ്റ്റ് നത്തിങ് ഈസ് ലോസ്റ്റ്. ഇഫ് ഹെൽത്ത് ഈസ് ലോസ്റ്റ് സംതിങ് ഈസ് ലോസ്റ്റ്. ഇഫ് ക്യാരക്ടർ ഈസ് ലോസ്റ്റ് എവറിത്തിങ് ഈസ് ലോസ്റ്റ്. അങ്ങനെ പറയാൻ കാരണം ഹെൽത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഇപ്പൊ ഭയങ്കര ടെക്നോളജി ഒക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി അങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് പോയത് ഒരുവിധം നന്നാക്കി എടുത്ത് കൊണ്ടുവരാം എന്നാണ് പറയുന്നത്. പക്ഷെ വൺസ് നമുക്കൊരു നമ്മുടെ ക്യാരക്ടർ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് സോ എല്ലാം പോയി. പിന്നെ നമ്മളുടെ ആക്സെപ്റ്റൻസ് ഇല്ലാണ്ടാകും, ആൾക്കാർ നമ്മൾ അവോയ്ഡ് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങൾ പറയും. ഓക്കെ, അപ്പൊ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവരുടെയും കൺസെപ്റ്റ് ആണ്. ഇതൊരു നെസസിറ്റി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വെദർ ഹെൽത്ത് ഈസ് നെസസിറ്റി അങ്ങനെ തോന്നുന്നുണ്ടോ?
എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കാൻ എനിക്ക് തോന്നുന്ന പോലെ ഭക്ഷണമൊക്കെ കഴിക്കാം. ഹെൽത്തിനെ പറ്റിയൊന്നും ഞാൻ ബോധർ ചെയ്യുന്നില്ല. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം അസുഖങ്ങൾ വരാനുള്ള കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മളുടെ സറൗണ്ടിങ്സും ആണ്. സോ ഹെൽത്ത് എന്നുള്ളത് എല്ലാവരുടെയും ഒരു കൺസേൺ ആണല്ലേ. എല്ലാ നമ്മുടെ കുട്ടികളുടെ, നമ്മുടെ പാരന്റ്സിന്റെ, നമ്മുടെ ഫ്രണ്ട്സിന്റെ, നമുക്ക് ആരുടെയൊക്കെ ആണെങ്കിലും ഹെൽത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു വിഷമം, നമ്മുടെ ഉള്ളിൽ നമ്മളൊരു പെയിൻ നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ചെറിയൊരു ആക്ടിവിറ്റിയാണ്, ഇൻട്രസ്റ്റിംഗും ആയിരിക്കും. നിങ്ങൾ 10 ആളുകളെ മീറ്റ് ചെയ്യുക. ഓക്കെ, 10 ആളുകളെ പല ഏജ് ഗ്രൂപ്പിലായിക്കോട്ടെ, ഒരു പ്രശ്നവുമില്ല. പ്രായവരെയാകാം, ലേഡീസ്, ജെന്റ്സ്, അങ്ങനെ സെപ്പറേറ്റ്, പിന്നെ ടീനേജേഴ്സ്, അങ്ങനെ പല ഏജ് ഗ്രൂപ്പിലുള്ളവരെ, പല സോഷ്യൽ ലെവൽസിൽ ജീവിക്കുന്നവരെ, അങ്ങനെയൊക്കെ നോക്കാം. അപ്പൊ അങ്ങനെ ആളുകളെ മീറ്റ് ചെയ്തിട്ട് അവരോട് ചോദിക്കുക, ഹെൽത്ത് എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? വാട്ട് യു മീൻ ബൈ ഹെൽത്ത്? അപ്പൊ ഇവരൊരു ആൻസർ പറയുമല്ലോ. 10 പേരും ചിലപ്പോൾ ഹെൽത്ത് ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും ഒരേപോലെയൊക്കെ കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുന്നത്. അത് ആ ആൻസേഴ്സ് എല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെച്ചിട്ട് അതെല്ലാം കൂടെ വായിച്ചു നോക്കിയിട്ട് ഒരു പാരഗ്രാഫിലെങ്ങാനും ഹെൽത്തിനൊരു ഡെഫിനിഷൻ അതിൽ നിന്ന് ഉണ്ടാക്കണം. ക്ലിയർ ആയോ? ചെയ്യാം. അതും 10ഉം ഒരുപോലുള്ള ആൾക്കാരാവരുത്, ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ്. ഇപ്പൊ ബോഡി ബിൽഡിംഗ്, ജിമ്മിലൊക്കെ പോകുന്ന ചിലപ്പോൾ ചില ചെറുപ്പക്കാരുണ്ടാവും, അവരെ മീറ്റ് ചെയ്യാം. ലേഡീസ് ഉണ്ടാവും, ജെന്റ്സ് ഉണ്ടാവണം, ടീനേജേഴ്സ് ഉണ്ടാവണം. അങ്ങനെ ഈ ഇതിനെപ്പറ്റി പറയാൻ അറിയുന്ന ഒരു കൊച്ചുകുട്ടികളോട് ചോദിച്ചിട്ട് അത്ര നോക്കൂ എങ്ങനെയാന്ന് വെച്ചാൽ 10 പേരെ മീറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഹെൽത്ത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പൊ അവരൊരു ആൻസർ പറയുന്ന എല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ട് അത് വെച്ചിട്ട് നമ്മളൊരു ഡെഫിനേഷൻ ഹെൽത്തിന് ഉണ്ടാക്കണം. ഇനി സെക്കൻഡ് ആക്ടിവിറ്റി അതിനോട് കണക്ട് ചെയ്തതാണ്. ഇപ്പൊ ഇവര് ഹെൽത്തിനെ പറ്റി ഇവരിങ്ങനെ വാദോരാതെ പറയുമല്ലോ. അവരോട് ചോദിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കാൻ, അതായത് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ എന്തെല്ലാം സ്റ്റെപ്സ് ആണ് എടുക്കുന്നതെന്ന് ചോദിക്കുക. അപ്പോഴും നമുക്ക് കുറെ ആൻസേഴ്സ് കിട്ടും. അതും കളക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്കത് പോയിന്റ്സ് ആയിട്ട് വേണമെങ്കിൽ എഴുതാം. ഹെൽത്തി ആയിട്ടിരിക്കാൻ എടുക്കേണ്ട സ്റ്റെപ്സ് അതിൽ നോക്കിയിട്ട് നല്ല നല്ല പോയിന്റ്സ് നോക്കിയിട്ട് ഒരെണ്ണം എഴുതാം. അപ്പൊ ഇത് രണ്ടും ഞാൻ അസൈൻമെന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ക്ലാസ് റൂമിൽ ഇടാം. അതായത് ഫ്രേസസ്, ഹെൽത്ത് റിലേറ്റഡ് ഫ്രേസസ്, പിന്നെ ഈ 2 ആക്ടിവിറ്റി. 2 പേരെ കണ്ട് കളക്ട് ചെയ്ത് ഡെഫിനിഷൻസ് എഴുതാൻ. ഹെൽത്തിന്റെ ഡെഫിനിഷനും ഹെൽത്തി ആയിട്ടിരിക്കാനുള്ള സ്റ്റെപ്സിന് ഡെഫിനിഷൻ. അത് പോയിന്റ് ആയിട്ട് ബുള്ളറ്റ് പോയിന്റ് പോലെയോ 1, 2, 3 അങ്ങനെ ഇടും. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സൈൻ ഔട്ട് ഉണ്ടോ? ഉണ്ട് മാം, ഞാനാണ്. ഓക്കെ, റെഡി ഇരിക്കണം. ഓക്കെ, പ്ലീസ്. Thank you, Jisha ma'am and everyone for a great class. We learn a lot of from you. The class is very informative. Have a wonderful day all. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. ആശംസകൾ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. ഡൗട്ട് ചോദിക്കട്ടെ. ഈ അസൈൻമെന്റ് എന്ന് പറയുമ്പോൾ നമ്മള് നോട്ടിൽ തന്നെ എഴുതിയാൽ മതിയോ, അല്ലെങ്കിൽ സാധാരണ സ്കൂൾ ടൈംസിലൊക്കെ അസൈൻമെന്റ് ചെയ്യുമ്പം സെപ്പറേറ്റ് ഇങ്ങനെ A4 ഷീറ്റിലൊക്കെ എഴുതി അങ്ങനെയാണല്ലോ ചെയ്യാ. അപ്പൊ എങ്ങനെയാ ഇത് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ ഈ ലൂസ് ഷീറ്റിൽ ചെയ്യുമ്പോൾ നമ്മൾ അത് നല്ല പോലെ സെക്യൂർ ചെയ്ത് വെക്കണം, ഫയൽ ചെയ്ത്. കാരണം മറ്റുള്ള ബാച്ചുകളിലും ഒക്കെ അവര് പറഞ്ഞു, അതിനു മുമ്പേ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് പറന്ന ടേബിളിന്റെ അടിയിലോ അൽമാരയുടെ അടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല പേജ് മിസ്സായത്. പിന്നെ അത് അന്വേഷിച്ച് നടക്കേണ്ടി വരും. ബുക്കാവുമ്പോൾ നമുക്കത് ഇരിക്കും. കുറെ കാലം സൂക്ഷിക്കാനാണെങ്കിലും ബുക്സ് തന്നെയാണ് നല്ലത്. പഴയ ഡയറി ഉണ്ടെങ്കിൽ അതിലായാലും മതി. അസൈൻമെന്റ് മാത്രമായിട്ടൊരു ബുക്ക് കീപ്പ് ചെയ്താൽ മതിയോ? മതി മതി മതി. ഓക്കെ, അതായിരിക്കും നല്ലത്. കാരണം നമുക്കത് വെക്കാൻ ഈസി, നമുക്ക് പെട്ടെന്ന് എടുക്കാനും. മറ്റു ഫയലായിട്ട് ലൂസ് ഷീറ്റ് ഒക്കെ ആണെങ്കിൽ അത് ഒന്നുമില്ലെങ്കിൽ അത് സ്പൈറൽ ബൈൻഡ് ഒക്കെ ചെയ്ത് വെക്കണം. അതൊക്കെ കോസ്റ്റ്ലി അല്ലേ. അപ്പൊ അതിനൊന്നും ഒരു ബുക്ക്
ഒരു നോട്ട്ബുക്ക്, കോളേജ് നോട്ട്ബുക്ക് വാങ്ങിച്ചാൽ മതി. അത് ഒത്തിരി വലുതൊന്നും വേണമെന്നില്ല. ഓക്കെ, താങ്ക് യു.